CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചുകുട്ടികളടക്കം തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരകളാവുന്ന സാഹചര്യത്തിൽ 2031 ആകുമ്പോഴേക്കും തെരുവുനായ്ക്കളില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ചാവക്കാട് നഗരസഭയുടെ തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണശ്രമം. മനന്തൻ വീട്ടിൽ ബാബു, പറക്കാട്ട് വീട്ടിൽ ലീല എന്നിവരുടെ വീടുകളിലാണ് കവർച്ചാശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. 13 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി 20ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ദേശീയപാത 66 ഒരുമനയൂർ മാങ്ങോട്ട് സ്കൂളിന് സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കാറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് കാറിനു പിറകിൽ ഇടിച്ചത്. യുവതിക്കും 10 വയസ്സുകാരി പെൺകുട്ടിക്കും നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ബേക്കറി ജീവനക്കാരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം കള്ളക്കുറിച്ചി സ്വദേശി 29 വയസ്സുള്ള സെങ്കോലിനെയാണ് കുന്നംകുളം SI വൈശാഖിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശക്തമായ കാറ്റിനെ തുടർന്ന് ചൊവ്വന്നൂരിൽ വൈദ്യുതി ലൈനിന് മുകളിൽ മരം കടപുഴകി വീണു. സമുദ്രനഗർ റോഡിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ചാവക്കാട് നഗരസഭാ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 5,50 ലക്ഷം രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതിയായി. കെട്ടിട നിർമ്മാണം ഉടൻ തുടങ്ങും. ഗുരുവായൂർ നെന്മിനിയിൽ ബൈക്ക് യാത്രക്കിടെ തലകറങ്ങി വീണ യുവാവിന് സാരമായ പരിക്കേറ്റു. ഗുരുവായൂർ ആലപ്പുറത്ത് നിവേദ് കൃഷ്ണയുടെ വലതുകൈയുടെ ചെറുവിരൽ അറ്റുതൂങ്ങി. ആക്സ് പ്രവർത്തകർ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. M കൃഷ്ണൻകുട്ടി സ്മാരക സമിതിയുടെ 2025 പുരസ്കാരത്തിന് കവിയും അക്ഷരശ്ലോക പരിപോഷകനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ അർഹനായി. നവംബർ 10 തിരുവമ്പാടി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ശ്രീപത്മം ഹാളിൽ നടക്കുന്ന യോഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുരസ്കാരം സമ്മാനിക്കും. PM ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ പിണറായി സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് പെരുമണ്ണിൽ നിർമ്മാണം പൂർത്തിയായ ഹാപ്പിനസ് പാർക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഹൈമാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച മുരളി പെരുന്നെല്ലി MLA നിർവഹിക്കും. കുന്നംകുളം നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ 27 തിങ്കളാഴ്ചയും ചാട്ടുകുളം നവീകരണം പദ്ധതി പൂർത്തീകരണോദ്ഘാടനം 28-ാം തീയതി ചൊവ്വാഴ്ചയും നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. അനക്സ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കായികമന്ത്രി V അബ്ദുറഹ്മാനും നവീകരിച്ച ചാട്ടുകുളം ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും നിർവഹിക്കും. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി ആലുക്കൽ വീട്ടിൽ 24 വയസ്സുള്ള വിഷ്ണു സുരേഷിനെയാണ് തൃശൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും വിവിധ യൂണിറ്റുകളുടെയും ഉദ്ഘാടനം നടന്നു. ഗുരുവായൂർ പാലുവായിൽ വീടിന് പിറകിലെ പാചകപ്പുരയിൽ നിന്ന് 4 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. സാംസ്കാരിക പ്രവർത്തകൻ പല്ലവി റോഡിൽ വലിയകത്ത് ലിയാഖത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. പോർക്കുളം പഞ്ചായത്തിലെ അങ്കണവാടികളിലെ അടുക്കളകളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണവും ഉപകരണങ്ങളുടെ സഹായം ആവശ്യമായി വരുന്ന ഭിന്നശേഷിക്കാരെ കണ്ടെത്തുന്നതിനായി മെഡിക്കൽ ക്യാമ്പും നടത്തി. മുൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും ചാവക്കാട്ടെ പ്രമുഖ പൊതുപ്രവർത്തകനും വ്യാപാരിയുമായിരുന്ന സഫറുദ്ദീന്റെ നിര്യാണത്തിൽ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.